മലയോര മേഖലയിൽ കാർഷിക വിളകൾക്കൊപ്പം മനുഷ്യജീവനും ഭീഷണിയായി വന്യമൃഗങ്ങൾ. വന്യജീവികൾ യാത്രക്കാരുടെ ജീവനെടുക്കുന്ന സാഹചര്യമുണ്ടായിട്ടും അധികൃതർ നിസ്സംഗത പാലിക്കുകയാണെന്ന് നാട്ടുകാർ. കാനകളിലേക്ക് മാലിന്യം ഒഴുകിയെത്തിയതിനെ തുടർന്ന് ആരോഗ്യ വിഭാഗം അടച്ചുപൂട്ടിയ ഗുരുവായൂർ നഗരസഭയുടെ പൊതു ശൌചാലയം തുറന്നു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഗസ്റ്റ് ഹൌസിലെ ശുചിമുറി മാലിന്യം എത്തുന്നത് പൊതുക്കാനയിലേക്ക്. എട്ടുമലയിൽ നിർമ്മിച്ച KLDC കനാലിലൂടെ പാടശേഖരങ്ങളിലേക്ക് വെള്ളമെത്താത്തത് പ്രതിസന്ധിയാകുന്നു. റെഗുലേറ്റർ നിർമ്മാണത്തിലെ അപാകത മൂലമെന്ന് കർഷകരുടെ ആക്ഷേപം. കോടാലിക്കടുത്ത് കടമ്പോട് കുട്ടിച്ചിറയിൽ വീടിനുള്ളിൽ പൊട്ടിത്തെറി. വീടിനുള്ളിൽ ആളില്ലാതിരുന്നതിനാൽ ദുരന്തം ഒഴിവായി. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. ഇഞ്ചക്കുണ്ടിൽ കാട്ടുപന്നിക്കൂട്ടത്തിനിടയിൽപ്പെട്ട് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചതോടെ മലയോര മേഖലയിലെ ജനങ്ങൾ ഭീതിയിലാണ്. വന്യമൃഗങ്ങൾ കാർഷിക വിളകൾക്ക് മാത്രമല്ല മനുഷ്യജീവനും ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ബൈക്ക് വലിയൊരു ദുരന്തത്തിന്റെ ബാക്കി പത്രമാണ്. സ്വകാര്യ ബസിൽ കണ്ടക്ടറായി ജോലി ചെയ്യുകയായിരുന്ന ഇഞ്ചക്കുണ്ട് വട്ടപ്പറമ്പിൽ നാസർ എന്ന 40-കാരൻ ഇഞ്ചക്കുണ്ടിൽ നിന്ന് കോടാലിയിലേക്കുള്ള PWD റോഡിലൂടെ ബൈക്കിൽ പോയിരുന്ന നാസറിന്റെ മുന്നിലേക്ക് റോഡരികിൽ നിന്ന് കാട്ടുപന്നിക്കൂട്ടം ചാടി വീഴുകയായിരുന്നു. റോഡിൽ തലയിടിച്ചു വീണ നാസർ തൊട്ടടുത്ത ദിവസം മരണമടഞ്ഞു. ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന ആർക്കും എപ്പോൾ വേണമെങ്കിലും നാസറിന്റെ വിധിയുണ്ടാകും. മരണം സംഭവിക്കുന്നത് ഇതാദ്യമാണെങ്കിലും കാട്ടുപന്നികളും മാനുകളും ഈ റോഡിൽ നിരവധി പേരുടെ ചോര വീഴ്ത്തിയിട്ടുണ്ട്. 8 മാസം മുൻപ് രാവിലെ ഇതുവഴി പോയിരുന്ന ടാപ്പിംഗ് തൊഴിലാളിക്ക് കാട്ടുപന്നികൾ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്കിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇത്തരത്തിലുള്ള 6ഓളം സംഭവങ്ങളാണ് അടുത്ത കാലത്ത് ഈ റോഡിൽ ഉണ്ടായിട്ടുള്ളത്. PWD റോഡാണ്. ജനങ്ങൾ നല്ല സ്പീഡിൽ പോകുന്നൊരു വഴിയാണ്. മൃഗം ക്രോസ് ചെയ്യുന്നു, ആളുകൾ വീഴുന്നു. ഇത് നിത്യസംഭവമാണ്. ഇവിടെ ഏകദേശം നമ്മുടെ ഈ അടുത്ത കാലത്ത് തന്നെ 4 പേരെ അപകടത്തിൽ നിന്ന് രക്ഷിച്ച ഒരാളാണ്. 6 ആളെ ഇങ്ങനെ വീണിട്ട് രക്ഷിച്ചിട്ടുണ്ട്. എന്തായാലും മിനിഞ്ഞാന്നുണ്ടായ ഒരു വിഷയം എന്ന് വെച്ചാൽ ഒരാളുടെ ജീവൻ പോയി. ഇഞ്ചക്കുണ്ട് ഫോറസ്റ്റ് ഓഫീസ് കവല മുതൽ മൈതാനം വരെയുള്ള 1.5 കിലോമീറ്റർ ദൂരം ഇത്തരത്തിലുള്ള ഡേഞ്ചർ സോണിലാണ്. ഒരു വശം വനം വകുപ്പിന്റെ തേക്കുതോട്ടമായതിനാൽ യാത്രക്കാർക്ക് മുന്നിലേക്ക് അപ്രതീക്ഷിതമായി കാട്ടുമൃഗങ്ങൾ ചാടിയെത്തുന്നതാണ് അപകടത്തിന് വഴിവെക്കുന്നത്. മാൻ, പന്നി, ആന തുടങ്ങിയ കാട്ടുമൃഗങ്ങളെല്ലാം തന്നെ ഈ റോഡിൽ ഇറങ്ങാറുണ്ടെങ്കിലും വാഹനയാത്രക്കാർക്ക് പേടി സ്വപ്നം എപ്പോഴും കാട്ടുപന്നിക്കൂട്ടങ്ങളാണ്. സ്ഥിരമായിട്ട് ഇവിടെ ബൈക്ക് യാത്രക്കാരാണ് കൂടുതൽ അപകടത്തിൽപ്പെടുന്നത്. ബൈക്ക് യാത്രക്കാർ ഇപ്പം എൻ്റെ അറിവിൽ ഞങ്ങൾ ഇവിടെ വന്ന് താമസം തുടങ്ങിയപ്പോൾ തന്നെ ഒരു 6 ആളോളമായി ഈ ഭാഗത്ത് തന്നെ വീഴുന്നത്. സീരിയസ് ആയി പരിക്ക് പറ്റിയിട്ട് തന്നെ ഒരു 3-4 ആളോളം ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. അതിലൊരാളാണ് ഇപ്പം മരണപ്പെട്ടത്. അത് ഭയങ്കരമായ ഒരു ദുഃഖമുള്ള കേസാണ്. വന്യജീവികളെ ഓർക്കാപ്പുറത്ത് മുന്നിൽ കാണുന്നതോടെ വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് മറിയുകയാണുണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ റോഡരികിൽ തേക്കുതോട്ടത്തിനോട് ചേർന്ന് കമ്പിവേലി കെട്ടണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. നെറ്റിട്ടൊരു ഫെൻസിങ് ചെയ്താൽ ഈ മൃഗങ്ങളുടെ പെട്ടെന്നുള്ള ക്രോസിങ് വരുമ്പോൾ ഈ അപകടങ്ങൾ കുറയുമെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ മാനിനെ, പന്നിക്ക് സോളാർ ഫെൻസിങ്ങിന് അടി കൂടെ പോരാൻ പറ്റും. ഈ ഫെൻസ് നെറ്റ് ഇടുകയാണെങ്കിൽ ഈ അപകടം കുറയും. സോളാർ വേലിയുടെ കമ്പികൾ തമ്മിൽ അകലം കൂടുതലായതിനാൽ പന്നികൾക്ക് സുഗമമായി ഇതിനുള്ളിലൂടെ കടക്കാനാകുമെന്നതിനാൽ സോളാർ വൈദ്യുതി വേലി കാട്ടുപന്നികളെ തടയാൻ പര്യാപ്തമല്ല. വന്യജീവികൾ യാത്രക്കാരുടെ ജീവനെടുക്കുന്ന സാഹചര്യമുണ്ടായിട്ടും വനം വകുപ്പ് അധികൃതർ നിസ്സംഗത പാലിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. TCV കൊടകര. കാനകളിലേക്ക് മാലിന്യം ഒഴുകിയെത്തിയതിനെ തുടർന്ന് ആരോഗ്യ വിഭാഗം അടച്ചുപൂട്ടിയ ഗുരുവായൂർ നഗരസഭയുടെ പൊതു ശൌചാലയം തുറന്നു. മാലിന്യ പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം കണ്ടതിനെ തുടർന്നാണ് ശൌചാലയം തുറന്നത്. കാനകളിലേക്ക് ശുചിമുറി മാലിന്യം ഒഴുക്കുന്നുവെന്ന പരാതിയെ തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെത്തി ശൌചാലയം അടച്ചുപൂട്ടിയത്. ഇവിടെ നിന്ന് മാലിന്യം ഒഴുകിയതിനെ തുടർന്ന് കാനകളിലൂടെ പോകുന്ന കുടിവെള്ള പൈപ്പിൽ മാലിന്യം കലരുകയും നിരവധി പേർ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു. അമൃത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാന നിർമ്മാണത്തിനും മാലിന്യമൊഴുക്കൽ പ്രതിസന്ധിയായിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാനകളിലെ ഒഴുക്ക് നിലച്ച് പുറത്തേക്ക് വ്യാപിക്കുകയും ചെയ്തിരുന്നു. പ്രതിഷേധം ശക്തമായതിനെ തുടർന്നാണ് മാലിന്യ സംസ്കരണത്തിന് കൃത്യമായ സംവിധാനം ഉറപ്പാക്കുന്നതുവരെ ശൌചാലയം അടച്ചിടാൻ തീരുമാനിച്ചത്. ശൌചാലയത്തിലെ മാലിന്യം മോട്ടോർ ഉപയോഗിച്ച് വലിച്ചെടുത്ത് കൊണ്ടുപോകുകയാണ് ചെയ്തത്. ടാങ്ക് നിറയുന്നതിനനുസരിച്ച് ഇതേ രീതിയിൽ മാലിന്യം കൃത്യമായി നീക്കം ചെയ്യുമെന്ന് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ പറഞ്ഞു. ശൌചാലയത്തിന് മുന്നിൽ പ്രത്യേക മാലിന്യ സംസ്കരണ സംവിധാനവും ഒരുക്കുന്നുണ്ട്.
കരിങ്കല്ലുകൊണ്ട് വലിയ ടാങ്ക് പോലെ നിർമ്മിച്ച ഭിത്തിയുടെ വിള്ളലിലൂടെ ജലം ഊർന്നുപോകാനുള്ള സംവിധാനമാണ് ഒരുക്കുന്നത്. ശൌചാലയം അടച്ചിട്ടത് ശബരിമല തീർത്ഥാടകരെയും ബസ് ജീവനക്കാരെയും യാത്രക്കാരുമടക്കം നിരവധി പേരെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു. TCV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഗസ്റ്റ് ഹൌസിലെ ശുചിമുറി മാലിന്യം നേരിട്ട് കാനയിലേക്ക് ഒഴുക്കുന്നു. ദേവസ്വത്തിന്റെ കാനയിലെ ഒഴുക്ക് തടസ്സപ്പെടുമ്പോൾ ഇവ സ്ലാബിന് മുകളിലൂടെ പൊതുനിരത്തിലേക്ക് കവിഞ്ഞൊഴുകുകയാണ്. ദേവസ്വം ശുചീകരണ വിഭാഗം എത്തി കാന പരിശോധിച്ചുവെങ്കിലും ഒഴുക്ക് തടസ്സപ്പെട്ട സ്ഥലം കണ്ടുപിടിക്കാനായില്ല. ഇതേ തുടർന്ന് ആ മേഖലയിലെ ശുചിമുറികൾ അടച്ചിട്ടു. ഗസ്റ്റ് ഹൌസിൽ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കാനകളിൽ നിന്ന് ശുചിമുറി മാലിന്യം പൊന്തുന്നത് പതിവാണ്. ഈ സമയങ്ങളിൽ ഒഴുക്ക് തടസ്സപ്പെട്ടത് പരിഹരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ദേവസ്വം സ്ഥാപനങ്ങളിൽ വളരെ കാലപ്പഴക്കം ചെന്ന മാലിന്യ സംസ്കരണ സംവിധാനമാണ് ഉള്ളത്. നഗരത്തിലെ കാനകൾക്ക് സമീപത്ത് കൂടെയാണ് ദേവസ്വം സ്ഥാപനങ്ങളിലേക്കുള്ള കുടിവെള്ള പൈപ്പുകളും കടന്നുപോകുന്നത്. ദ്രവിച്ച പൈപ്പുകളിൽ നിന്ന് മാലിന്യം കയറുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. മാലിന്യ സംസ്കരണത്തിന് ഉചിതമായ സംവിധാനം ഏർപ്പെടുത്തണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എട്ടുമുനയിൽ നിർമ്മിച്ച KLDC കാനയിലൂടെ പാടശേഖരങ്ങളിലേക്ക് വെള്ളം എത്തുന്നില്ല. എട്ടുമുനയിലെ റെഗുലേറ്റർ നിർമ്മാണത്തിലെ അപാകത മൂലമെന്ന് കർഷകരുടെ ആക്ഷേപം. ആയിരക്കണക്കിന് ഏക്കർ പാടശേഖരങ്ങളിലേക്ക് വെള്ളമെത്തിക്കാനാണ് എട്ടുമനയിൽ റെഗുലേറ്ററും കനാലും നിർമ്മിച്ചത്. 12 വർഷം മുൻപ് ആരംഭിച്ച റെഗുലേറ്ററിന്റെ നിർമ്മാണം കഴിഞ്ഞ മാസമാണ് പൂർത്തീകരിച്ചത്. കനാലിലൂടെ വെള്ളം എത്തുന്നില്ലെന്ന കോൾ മേഖലയിലെ കർഷകരുടെ പരാതിയെ തുടർന്ന് റെഗുലേറ്ററിന്റെ തറ പൊളിച്ചു മാറ്റാനാണ് അധികൃതരുടെ തീരുമാനം. എന്നാൽ തീരുമാനത്തിനെതിരെ നാട്ടുകാർ പരാതിയുമായി രംഗത്തെത്തി. തറ പൊളിച്ചു മാറ്റുകയാണെങ്കിൽ റെഗുലേറ്ററിന് ബലക്ഷയം സംഭവിക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. കരുവന്നൂർ പുഴ ഒഴുകുന്ന പഴയ റെഗുലേറ്ററിന്റെ ഭാഗത്തെ സ്പിൽവേ വഴി വെള്ളം കടലിലേക്ക് ഒഴുകിപ്പോകുകയാണ്. ഇതിനൊരു ശാശ്വത പരിഹാരമുണ്ടായാൽ പുഴയിൽ വെള്ളം ഉയരുകയും ഈ പ്രശ്നത്തിന് പരിഹാരമാവുകയും ചെയ്യുമെന്ന് എട്ടുമുന പൗരസമിതി ചെയർമാൻ നടുവിൽ കുട്ടിക്കൃഷ്ണൻ പറഞ്ഞു. 2 താൽക്കാലിക തടയണകൾ പൊട്ടിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ ബാക്കി നിൽക്കണം. ഇപ്പോഴും അത് കൃത്യമായിട്ട് മുഴുവനായിട്ട് വെടുപ്പാക്കിയിട്ടില്ല. അതിൻ്റെ ഒരു തടസ്സം കൂടി ഉണ്ട്. അതിവിടെ കൃത്യമായിട്ട് നോക്കിയാൽ കാണാം. ഇതൊക്കെയാണ് ഇവിടെ വെള്ളം എത്താത്ത, കോൾ മേഖലയിലേക്ക് വെള്ളം കൃത്യമായി എത്താത്തതിൻ്റെ കാരണം. റെഗുലേറ്റർ നിർമ്മാണത്തിനായി സ്ഥാപിച്ച താൽക്കാലിക തടയണയുടെ ഭാഗങ്ങൾ പൂർണ്ണമായും പൊളിച്ചു നീക്കി KLDC കനാലിലെ ചെളിയും മണ്ണും മാറ്റിയാൽ കനാലിലൂടെ വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാകും. കഴിഞ്ഞ പ്രളയത്തിൽ ബണ്ട് തകർന്നതിനെ തുടർന്ന് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങളുണ്ടായ മേഖലയാണ് എട്ടുമുന. അതിനാൽ നിർമ്മാണം പൂർത്തിയായ റെഗുലേറ്ററിന്റെ തറഭാഗം പൊളിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് അധികൃതർ പിന്മാറണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ചേർപ്പ. ചേറ്റുവ പുഴയിൽ വഞ്ചിമറിഞ്ഞ യുവാവ് മരിച്ചു. എറവ് കപ്പൽപ്പള്ളിക്ക് സമീപം പുലിക്കോട്ടിൽ ജോസ് മകൻ 34 വയസ്സുള്ള അജീഷാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് എറവ് സ്വദേശി സിജോൺസിനെ ഗുരുതരാവസ്ഥയിൽ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോടാലിക്കടുത്ത് കടമ്പോട് കുട്ടിച്ചിറയിൽ വീടിനുള്ളിൽ പൊട്ടിത്തെറി. വീടിനുള്ളിൽ ആളില്ലാതിരുന്നതിനാൽ ദുരന്തം ഒഴിവായി. ചെത്തുതൊഴിലാളിയായ മാണിച്ചാലിൽ സന്തോഷിന്റെ വീട്ടിലാണ് പൊട്ടിത്തെറിയോടെ തീപിടുത്തമുണ്ടായത്. അടഞ്ഞുകിടന്ന വീടിന്റെ ജനൽച്ചില്ലകളും വാതിലും തകർന്നു. ഉച്ചയ്ക്ക് 1:30യോടെയായിരുന്നു സംഭവം. പൊട്ടിത്തെറി ശബ്ദം കേട്ട് ഓടിയെത്തിയ അയൽവാസികളാണ് വീടിനുള്ളിൽ തീ കണ്ടത്. നാട്ടുകാരാണ് വെള്ളമൊഴിച്ച് തീ നിയന്ത്രണ വിധേയമാക്കിയത്. പുതുക്കാട് ഫയർ ഓഫീസർ P. മുരളീധരന്റെ നേതൃത്വത്തിലെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. സംഭവസമയത്ത് വീടിനുള്ളിൽ ആളില്ലാതിരുന്നതിനാൽ ദുരന്തമൊഴിവായി. വീടിനുള്ളിൽ കുളിമുറിയോട് ചേർന്ന് പഴയ വയറിംഗ് സാമഗ്രികളും പെയിന്റും സൂക്ഷിച്ചിരുന്ന സ്ഥലത്താണ് പൊട്ടിത്തെറിയും തീപിടുത്തവും ഉണ്ടായതെന്ന് കരുതുന്നു. പെയിന്റിന് തീപിടിച്ചതാകാം പൊട്ടിത്തെറിക്ക് കാരണമെന്ന് സംശയിക്കുന്നുണ്ട്. വെള്ളിക്കുളങ്ങര SI KO പോൾസന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. കുറേ വേസ്റ്റ് പെയിന്റ് അതുപോലുള്ള സാധനങ്ങൾ വെച്ചിരുന്ന മുറിയിലാണ് സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. ഫയർഫോഴ്സ് ഒന്നൊക്കെ എടുത്തി വീടിൻ്റെ ജനൽ ഗ്ലാസ് ഐറ്റംസൊക്കെ കുറേ പൊട്ടി നാശനഷ്ടം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ് അത് സംഭവിച്ചതെന്നുള്ളത് കൂടുതൽ പരിശോധന നടത്തിയാലേ അറിയാൻ പറ്റുള്ളൂ. വെള്ളിക്കുളങ്ങര വില്ലേജ് ഓഫീസിൽ നിന്നുള്ള റവന്യൂ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളായ PS അംബുജാക്ഷൻ, ജോയ് കാവുങ്ങൽ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. 2 ആഴ്ച മുൻപ് വടക്കാഞ്ചേരി മലാക്കയിൽ ഗ്യാസ് ചോർന്നതിനെ തുടർന്നുണ്ടായ അഗ്നിബാധയിൽ 3 പേർ മരിച്ചിരുന്നു. TCV കൊടകര. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തയിലേക്ക്.
ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി കേരളത്തിന്റെ നാളികേര ഉൽപാദനത്തിൽ വിപ്ലവകരമായ മാറ്റമുണ്ടാക്കണമെന്ന് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ പറഞ്ഞു. എടത്തുരുത്തി പഞ്ചായത്ത് നടപ്പാക്കുന്ന കേരഗ്രാമം പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 10 വർഷത്തിനുള്ളിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നാളികേര അധിഷ്ഠിതമായ സംരംഭങ്ങൾ സംസ്ഥാനത്ത് കൊണ്ടുവരാനാണ് കൃഷിവകുപ്പ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇ.ടി. ടൈസൺ എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. മന്ദലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ. ആബിദ് അലി മുഖ്യ അതിഥിയായി. പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എ. കല പദ്ധതി വിശദീകരണം നടത്തി. ജനപ്രതിനിധികൾ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എം.എച്ച്. മുഹമ്മദ് ഇസ്മായിൽ, കൃഷി ഓഫീസർ സി.എം. റുബീന, കേരസമിതി പ്രസിഡന്റ് ടി.കെ. ചന്ദ്രബാബു തുടങ്ങിയവർ സംസാരിച്ചു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്തിലെ തിരഞ്ഞെടുത്ത കർഷകരെ ആദരിക്കലും ആനുകൂല്യ വിതരണവും ഇതോടനുബന്ധിച്ച് നടന്നു. വെള്ളറക്കാട് പന്നിത്തടം മാത്തൂർ പാടശേഖരത്തിലെ നിലം നികത്തൽ സംബന്ധിച്ച് ജില്ലാ കളക്ടർ വിശദീകരണം തേടി. TCV വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് കുന്നംകുളം ഭൂരേഖ തഹസിൽദാരോടും വെള്ളറക്കാട് കൃഷി ഓഫീസറോടും റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖേന റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിലവിൽ കുന്നംകുളം ഭൂരേഖ തഹസിൽദാർ വെള്ളറക്കാട് വില്ലേജ് ഓഫീസറോട് വിശദീകരണം തേടിയിരുന്നു. സ്ഥലം സന്ദർശിച്ച വില്ലേജ് ഓഫീസർ രേഖകൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് വിഷയത്തിൽ കളക്ടർ നേരിട്ട് ഇടപെടുന്നത്. നിലവും പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാവശ്യപ്പെട്ട CPI പ്രവർത്തകരുൾപ്പെടെ നിരവധി പരാതി നൽകിയിട്ടും നടപടിക്ക് കാലതാമസം നേരിട്ട സാഹചര്യത്തിലാണ് കളക്ടറുടെ നേരിട്ടുള്ള ഇടപെടൽ. തളിക്കുളം പുതുകുളത്ത് യൂത്ത് ലീഗ് പ്രവർത്തകർ സഞ്ചരിച്ച ബസ്സിന് നേർക്ക് കല്ലേറ്. 2 പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഞായറാഴ്ച രാത്രി 12:45 പുതുകുളം സെന്ററിലാണ് സംഭവം. തിരുവനന്തപുരത്ത് നടക്കുന്ന യൂത്ത് ലീഗിന്റെ യുവജനയാത്രയിൽ പങ്കെടുക്കാൻ പോയ പ്രവർത്തകർ സഞ്ചരിച്ച ബസ്സാണ് ആക്രമിക്കപ്പെട്ടത്. മലപ്പുറം മറാക്കരയിൽ നിന്നുള്ള പ്രവർത്തകരാണ് ബസ്സിലുണ്ടായിരുന്നത്. തളിക്കുളം പുതുകുളം സെന്ററിലെത്തിയപ്പോൾ 3-അംഗ സംഘം ബസ്സിനു നേർക്ക് കല്ലെറിയുകയായിരുന്നു. ആക്രമണത്തിൽ ബസിന്റെ ഇടതുവശത്തെ ചില പൂർണ്ണമായും മുൻഭാഗത്തെ ചില ഭാഗികമായും തകർന്നു. ജലനരികിൽ ഇരുന്നിരുന്ന പ്രവർത്തകരിൽ ഒരാളുടെ തലയ്ക്കും പൊട്ടിയ ചില കാലിൽ വീണ് മറ്റൊരു പ്രവർത്തകനും പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ആക്രമണത്തിന് ശേഷം അക്രമി സംഘം ദേശീയപാതയുടെ കിഴക്കേ റോഡിലൂടെ ഓടി രക്ഷപ്പെട്ടു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ വാടാനപ്പള്ളി പോലീസ് വ്യാപകമായ തെരച്ചിൽ നടത്തിയെങ്കിലും അക്രമികളെ കണ്ടെത്താനായില്ല. ചാവക്കാട് സബ് ജയിലിൽ റിമാൻഡിൽ പ്രതിയായ യുവാവ് തൂങ്ങി മരിക്കാനിടയായ സംഭവത്തിൽ ദുരൂഹതയുണ്ട് എന്നാരോപിച്ച് ഒരുമനയൂർ ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ സബ് ജയിലിന് മുന്നിൽ ഉപരോധ സമരം നടത്തി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഒരുമനയൂർ 3-ാംകല്ല് രായമരക്കാർ വീട്ടിൽ ഉമ്മർ ഖത്താബ് ജയിലിലെ കുളിമുറിയിൽ തൂങ്ങി മരിച്ചത്. ജയിൽ അധികൃതർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിക്കുകയും സ്വർണ്ണാഭരണങ്ങളും പണവും തട്ടിയെടുക്കുകയും ചെയ്തുവെന്നാണ് ഇയാൾക്കെതിരെയുള്ള കേസ്. യുവാവിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് നടത്തിയ ഉപരോധ സമരം ചാവക്കാട് CI G ഗോപകുമാറുമായുള്ള ചർച്ചയെ തുടർന്ന് അവസാനിപ്പിക്കുകയായിരുന്നു. ആക്ഷൻ കൌൺസിൽ ഭാരവാഹികളായ KJ ചാക്കോ, PM താഹിർ, VP സുബൈർ തുടങ്ങിയവർ ഉപരോധത്തിന് നേതൃത്വം നൽകി. കുന്നംകുളം റോയൽ ആശുപത്രിയിൽ സൂക്ഷിച്ച മൃതദേഹം മജിസ്ട്രേറ്റ്, RDO, തഹസിൽദാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂച്ചക്കുന്നിലുള്ള ജലനിധി ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. എളവള്ളി പഞ്ചായത്തിലെ ജലനിധി കുടിവെള്ള വിതരണ പദ്ധതിയുടെ ജലസ്രോതസ്സിൽ ഉപ്പുവെള്ളം കയറിയതിനെ തുടർന്ന് 1 മാസമായി ഉപ്പുവെള്ളമാണ് ലഭിക്കുന്നത്. ഈ പദ്ധതിയിലുള്ള 3000-ൽ പരം ഉപഭോക്താക്കളാണ് ഇപ്പോൾ ശുദ്ധജലം ലഭിക്കാതെ ദുരിതം അനുഭവിക്കുന്നത്. ഉപ്പുവെള്ളം ലഭിക്കുന്ന സമയത്ത് മാസവാടകയും മീറ്റർ റീഡിംഗിലൂടെ വാങ്ങുന്ന തുകയും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ജലനിധി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. മണ്ഡലം പ്രസിഡന്റ് CJ സ്റ്റാൻലി ധർണ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പ്രസാദ് പണിക്കൻ അധ്യക്ഷത വഹിച്ചു. വർഗീസ് മാനത്തിൽ, AD സാജു, TS ശിവരാമൻ, ജിൻഡോ തേറാട്ടിൽ, സജീവൻ കുന്നത്തുള്ളി എന്നിവർ സംസാരിച്ചു. ചാലക്കുടിക്ക് കല്ലിക്കൽ കുന്നിൽ വീട്ടിൽ നിന്ന് വാറ്റും വാഷ് ഉപകരണങ്ങളും ചാലക്കുടി എക്സൈസ് സംഘം പിടിച്ചെടുത്തു. എക്സൈസിന്റെ പരിശോധനയിൽ കരത്തേടത്ത് സുകുമാരന്റെ വീട്ടിൽ നിന്നാണ് 600 മില്ലി ലിറ്റർ ചാരായവും വാറ്റ് ഉപകരണങ്ങളും കണ്ടെടുത്തത്. സമീപത്തെ പറമ്പിൽ 100 ലിറ്ററിന്റെ ഡ്രമ്മിലാക്കി വാഷ് കുഴിച്ചിട്ടിരുന്നു. കഴിഞ്ഞ ദിവസം മേലു പുഷ്പഗിരിയിൽ നിന്നും 100 വാഷും 3 ലിറ്റർ ചാരായവും പിടിച്ചിരുന്നു. ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടർ A. രാധാകൃഷ്ണനും സംഘവുമാണ് വാറ്റ് പിടിച്ചെടുത്തത്. ബസ് സ്റ്റാൻഡിൽ വെച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ ബസ് ജീവനക്കാരനെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. അഷ്ടമിച്ചിറ പ്ലാവിയുടെ പറമ്പിൽ ബിനേഷാണ് അറസ്റ്റിലായത്. പോക്സോ വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ബസ് സ്റ്റാൻഡിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ പോലീസിന് പെൺകുട്ടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടികൂടിയത്.
കുന്നംകുളം തെക്കേപ്പുറത്ത് നിയന്ത്രണം വിട്ട ഓട്ടോ മരത്തിലിടിച്ച് ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. കാണിപ്പയ്യൂർ ശേഖരത്ത് വീട്ടിൽ കനകനാണ് പരിക്കേറ്റത്. ഇയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തെക്കേപ്പുറം ഒറ്റയാലിന് സമീപം ഉച്ചയോടെയാണ് അപകടമുണ്ടായത്. കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോ നിയന്ത്രണം വിട്ട് റോഡരികിലുണ്ടായിരുന്ന മാവിലിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിന്റെ മുൻഭാഗം തകർന്നു. ക്രിസ്തുമസ് നൽകുന്ന സ്നേഹത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും സന്ദേശം പ്രാവർത്തികമാക്കി 1000 പേർക്ക് ക്രിസ്മസ് കിറ്റുകൾ വിതരണം ചെയ്തു. പാവറട്ടിയിൽ പ്രവർത്തിക്കുന്ന VKG ഗ്രൂപ്പാണ് പാവറട്ടി, എളവള്ളി, മുല്ലശ്ശേരി പഞ്ചായത്തുകളിലെ നാനാജാതി മതസ്ഥരായ 1000 പേർക്ക് അരിക്കിറ്റുകൾ സമ്മാനിച്ചത്. ചിറ്റാട്ടുകര റോഡിൽ VKG ഗ്രൂപ്പ് നിർമ്മിച്ച പുൽക്കൂട് പാവറട്ടി തീർത്ഥകേന്ദ്രം വികാരി ഫാദർ ജോസഫ് പൂവത്തൂക്കാരൻ ഉദ്ഘാടനം ചെയ്തു. മുരളി പെരുന്നലി MLA ക്രിസ്തുമസ് കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. VK ജോർജ് യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് AK ഹുസൈൻ, VG പ്രിൻസൻ, VG തോംസൺ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂട്രിച്ചൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ക്രിസ്മസ് ആഘോഷവും സ്നേഹവിരുന്നും കണ്ടശാങ്കടവ് ന്യൂട്രിച്ചൂർ ഭവനിൽ വെച്ച് നടന്നു. കരോൾ ഗാനത്തിന്റെ അകമ്പടിയോടെ ക്രിസ്മസ് കേക്ക് മുറിച്ചു. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂട്രിച്ചൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് MD വർഗീസ് ജോസ് ടി അധ്യക്ഷനായി. യോഗക്ഷേമം ലോൺസ് MD ഉണ്ണികൃഷ്ണൻ, സുനിൽ ദയാനന്ദ്, ജോസ് വള്ളൂർ, ഡയറക്ടർ ജോർജ് ആലപ്പാട്ട്, ന്യൂട്രിച്ചൂർ കമ്പനി ചെയർമാൻ KA ബോബൻ തുടങ്ങിയവർ പങ്കെടുത്തു. താന്യത്ത് പ്രളയത്തിൽ വീട് പൂർണ്ണമായും തകർന്ന കുടുംബത്തിന് പ്രവാസികളായ സഹോദരന്മാർ ചേർന്ന് വീട് നിർമ്മിച്ചു നൽകി. താന്യം സ്വദേശി വലിയകത്തെ ഷൌക്കത്തിനാണ് മൂസ സേഫ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സാരഥികളായ ആഷിഖ് അസീസും സുൽഫിക്കർ അസീസും ചേർന്ന് വീട് നിർമ്മിച്ചു നൽകിയത്. സഹോദരനായ ഫസൽ അസീസിന്റെ സ്മരണയ്ക്കായാണ് 6 ലക്ഷം രൂപ ചെലവിൽ വീട് നിർമ്മിച്ചു നൽകിയത്. വീടിന്റെ താക്കോൽദാനം മന്ത്രി VS സുനിൽകുമാർ നിർവഹിച്ചു. പെരിങ്ങോട്ടുകര അസോസിയേഷൻ UAEക്ക് വേണ്ടി ഇവർ നിർമ്മിച്ചു നൽകുന്ന മറ്റൊരു വീടിന്റെ പ്രഖ്യാപനവും ചടങ്ങിൽ മന്ത്രി നിർവഹിച്ചു. ഗീതാഗോപി MLA അധ്യക്ഷത വഹിച്ചു. ഇതോടനുബന്ധിച്ച് നിർധനരായ 200 കുടുംബങ്ങൾക്ക് അരി നൽകുന്ന അരി വിതരണ ഉദ്ഘാടനം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് നിർവഹിച്ചു. വീട്ടിലേക്ക് ആവശ്യമായ 50,000 രൂപയുടെ ഫർണിച്ചറുകൾ പെരിങ്ങോട്ടുകര സ്വദേശി സലിൽ കൊട്ടേക്കാട് സൗജന്യമായി നൽകി. ജനപ്രതിനിധികൾ, മറ്റ് സാമൂഹ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ ചക്കങ്കണ്ടം നിവാസികൾ മാലിന്യം നിറഞ്ഞ വെള്ളം കുടിക്കാനിടയായതിന് ഉത്തരവാദി ഇടതു സർക്കാരും നഗരസഭയുമാണെന്ന് മുസ്ലിം ലീഗ് മണലൂർ നിയോജകമണ്ഡലം സെക്രട്ടറി ഷെരീഫ് ചിറക്കൽ ആരോപിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് മണലൂർ നിയോജകമണ്ഡലം കമ്മിറ്റി തൈക്കാട് മുനിസിപ്പൽ സോൺ ഓഫീസിന് മുൻവശം നടത്തിയ വായ് മൂടിക്കെട്ടി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൂത്ത് ലീഗ് മണലൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് നിസാർ മരുതിയൂർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഷക്കീർ RS, സിറാജുദ്ദീൻ പട്ടിക്കര, ഷെഫീഖ് വെൺമേനാട്, റസാഖ് ഹാജി, മാമ ബസാർ, ഷെമീർ ചക്കങ്കണ്ടം തുടങ്ങിയവർ സംസാരിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സാന്ത്വന പരിചരണ പരിപാടിയുടെ ഭാഗമായി കിടപ്പ് രോഗികൾക്ക് സാന്ത്വന കിറ്റ് വിതരണവും ക്രിസ്തുമസ് ആഘോഷവും നടത്തി. അന്തിക്കാട് SI K സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വിജി ശശി അധ്യക്ഷയായി. NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ വർഗീസ് ജോസ് ടി, ശശി ചക്കാമഠത്തിൽ എന്നിവർ ചേർന്ന് സാന്ത്വന കിറ്റ് വിതരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MR മോഹനൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജയ് രാജൻ എന്നിവർ പങ്കെടുത്തു. കെയർ ഹോം പദ്ധതിയുടെ ഭാഗമായി കൊടകര ഫാർമേഴ്സ് ബാങ്ക് നിർമ്മിച്ചു നൽകുന്ന ആദ്യ വീടിന്റെ തറക്കല്ലിടൽ നടന്നു. മറ്റത്തൂർ പഞ്ചായത്ത് 19-ാം വാർഡിലെ കൈപ്പള്ളി രവീന്ദ്രൻ ഭാര്യ സിന്ധുവിനാണ് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. വീടിന്റെ തറക്കല്ലിടൽ കർമ്മം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC സുബ്രൻ നിർവഹിച്ചു. മറ്റത്തൂർ വില്ലേജ് ഓഫീസർ വിനോദ്, വാർഡ് മെമ്പർ ജയ, ഉണ്ണികൃഷ്ണൻ, ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. റെസ്പോൺസിബിൾ ടൂറിസം മിഷന്റെ കീഴിൽ അതിരപ്പള്ളിയിൽ തുടക്കമിടുന്ന പെപ്പർ പദ്ധതിയുടെ ഭാഗമായുള്ള ടൂറിസം ഗ്രാമസഭ അരൂർ മുഴിയിൽ നടന്നു. ബിരി ദേവസി MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കറുപ്പസ്വാമി അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിജു വാഴക്കാല, പെപ്പർ സംസ്ഥാന കോർഡിനേറ്റർ K രൂപേഷ് കുമാർ, കോഴിക്കോട് ജില്ലാ കോർഡിനേറ്റർ ശ്രീകല ലക്ഷ്മി, തൃശൂർ ജില്ലാ കോർഡിനേറ്റർ അഭിത് മുഹമ്മദ്, പഞ്ചായത്ത് സെക്രട്ടറി അന്നമ്മ സ്റ്റീഫൻ തുടങ്ങിയവർ സംസാരിച്ചു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക ഫിലിം സൊസൈറ്റി മോഹൻ രാഘവന്റെ സ്മരണയ്ക്കായി സംഘടിപ്പിക്കുന്ന 7ാമത് ചലച്ചിത്രോത്സവത്തിന് തുടക്കമായി. ചലച്ചിത്ര നടൻ VK ശ്രീരാമൻ മേള ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര പ്രവർത്തകൻ ആന്റണി ഈസ്റ്റ്മാൻ അധ്യക്ഷത വഹിച്ചു. സംവിധായകൻ വിനോദ് സുകുമാരൻ, ചലച്ചിത്ര പിന്നണി ഗായിക പുഷ്പാവതി, ജില്ലാ പഞ്ചായത്ത് അംഗം കാതറിൻ പോൾ, PT വിൽസൺ, ഷൈൻ അവരേഷ് എന്നിവർ സംസാരിച്ചു. ഇടവേള. മാന്യമഹാജനങ്ങളെ, നിങ്ങൾ അറിഞ്ഞോ,
കുന്നംകുളത്തെ നമ്മുടെ കേരള വസ്ത്രാലയത്തിൽ ഇപ്പോൾ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കേരള വസ്ത്രാലയത്തിന്റെ പുറകുവശത്ത് യേശുദാസ് റോഡിൽ രണ്ടിടങ്ങളിലായി ഒരേ സമയം നിരവധി കാറുകൾ പാർക്ക് ചെയ്യുവാൻ അത്യാധുനിക സജ്ജീകരണങ്ങളോടെ ഒരുക്കിയിരിക്കുന്ന കാർ പാർക്കിംഗ് ഏരിയ ഇനി നിങ്ങളുടെ ഷോപ്പിംഗിന് ഇരട്ടി മധുരമേകും. ഇഷ്ടം പോലെ സെലക്ഷനും വിലക്കുറവും മികച്ച സേവനവും 85 വർഷത്തെ പാരമ്പര്യമുള്ള കുന്നംകുളത്തെ കേരള വസ്ത്രാലയത്തിൽ ഇനി വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും. ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ തുണിത്തരങ്ങളുടെയും വിപുലമായ ശേഖരം. എല്ലാവർക്കും കേരള വസ്ത്രാലയത്തിന്റെ നന്മ നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തയിലേക്ക്. മറ്റത്തൂർ പഞ്ചായത്ത് 1-ാം വാർഡിലെ തകർന്ന റോഡുകൾ പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട CPM നൂലുവള്ളി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മനുഷ്യച്ചങ്ങല തീർത്തു. തണ്ടാരശ്ശേരി പടി മുതൽ പടിഞ്ഞാറേ നൂലുവള്ളി വരെ നീണ്ട മനുഷ്യച്ചങ്ങലയിൽ നിരവധി പേർ കൈകോർത്തു. CPM ജില്ലാ കമ്മിറ്റി അംഗം PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി MR രഞ്ജിത്ത്, ആശ ഉണ്ണികൃഷ്ണൻ, MR സതീശൻ, PA രഘു എന്നിവർ സംസാരിച്ചു. ചാവക്കാട് ഗ്രാമ സാംസ്കാരിക വേദി മടയക്കടവും പ്രോഗ്രസീവ് UAയും സംയുക്തമായി ആദരം 2018 സംഘടിപ്പിച്ചു. സംസ്ഥാന ജൂനിയർ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ശരത് പ്രശാന്ത്, ആഴക്കടൽ മത്സ്യബന്ധനം നടത്താൻ ലൈസൻസ് നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ വനിതയായ രേഖ, ലോക മാസ്റ്റേഴ്സ് മീറ്റിൽ ഹൈജമ്പ് വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ KR സാംബശിവൻ എന്നിവരെ ആദരിച്ചു. സമ്മേളനം KV അബ്ദുൽ ഖാദർ MLA ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നഗരസഭാ ചെയർമാൻ NK അക്ബർ അധ്യക്ഷത വഹിച്ചു. ഗ്രാൻമ സാംസ്കാരിക വേദി രക്ഷാധികാരി KK രാജൻ, പ്രോഗ്രസീവ് അബുദാബി സെക്രട്ടറി സുഭാഷ് മാടേക്കടവ്, ചാവക്കാട് വൈസ് ചെയർപേഴ്സൺ മഞ്ജുഷ സുരേഷ് എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി മങ്ങാട് മുട്ടിക്കലിൽ പ്രവർത്തിച്ചിരുന്ന തട്ടുകട കത്തിനശിച്ചു. കാരൂമുക്കിൽ രാഘവന്റെ ചായക്കടയാണ് കത്തിനശിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. ആളപായമില്ല. നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീയണച്ചു. കഴിമ്പ്രം ബീച്ചിന്റെ വികസനത്തിന് ജില്ലാ പഞ്ചായത്ത് ചിലവിടുന്നത് 1 കോടി രൂപ. ബീച്ചിന്റെ 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ ബുധനാഴ്ച CN ജയദേവൻ MP ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭ സുബിൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുട്ടികളുടെ പാർക്ക്, ഇരിപ്പിടങ്ങൾ, നടപ്പാത, തുറന്ന ഗാലറി, തുറന്ന സ്റ്റേജ്, കവാടം, സ്വിമ്മിംഗ് പൂൾ, കഫ്തീരിയ, കടലിൽ കുളിക്കുന്നവർക്ക് വസ്ത്രം മാറുന്നതിനുള്ള സൗകര്യം എന്നിവയാണ് 40 ലക്ഷം രൂപ ചിലവിട്ട് സജ്ജമാക്കുക. കഴിമ്പ്രം ബീച്ചിന്റെ ഇരുഭാഗത്തുമുള്ള ബീച്ചുകൾ കൂടി ആസ്വദിക്കാൻ കഴിയും വിധമാണ് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും ശോഭ സുബിൻ പറഞ്ഞു. കത്തോലിക്ക കോൺഗ്രസ് പാവറട്ടി ഇടവക യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് കാരുണ്യ കിറ്റുകൾ വിതരണം ചെയ്തു. ഇടവക ഡയറക്ടർ ഫാദർ ജോസഫ് പോത്തൂക്കാരൻ ക്രിസ്മസ് ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ ആന്റോ ലിജോ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഫെറോന സെക്രട്ടറി ജോഷി കൊമ്പൻ, സോഫി റാഫി, CC ദേവസി എന്നിവർ സംസാരിച്ചു. പതിയാരം ഇടവക ദേവാലയത്തിൽ ക്രിസ്തുമസിനോടനുബന്ധിച്ച് ബോൺ നത്താലെ സംഘടിപ്പിച്ചു. പതിയാരം, കുന്നത്തേരി, എരുമപ്പെട്ടി തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച ബോൺ നത്താലെ പതിയാരം പള്ളിയിൽ സമാപിച്ചു. 100-ലധികം പാപ്പാന്മാർ അണിനിരന്ന ഘോഷയാത്രയിൽ നൃത്തവും നിശ്ചല ദൃശ്യങ്ങളും ആകർഷകമായി. KCYMന്റെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. കടങ്ങോട് ഉണ്ണിമിശിഹ ദേവാലയത്തിൽ ബോൺ നത്താലെ സംഘടിപ്പിച്ചു. പാറപ്പുറം സെന്റ് കപ്പേളയിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര കടങ്ങോട് മുസ്ലിം പള്ളി, കൈക്കുളങ്ങര ക്ഷേത്ര പരിസരം എന്നിവിടങ്ങളിൽ സഞ്ചരിച്ച് പള്ളിയിൽ സമാപിച്ചു. 100ഓളം ക്രിസ്തുമസ് പാപ്പാമാരും നർത്തകികളും നത്താലയെ വർണ്ണാഭമാക്കി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി രാജൻ ഉദ്ഘാടനം ചെയ്തു. ഉസ്താദ് അലി മദനി, കൈക്കുളങ്ങര അമ്പല കമ്മിറ്റി പ്രസിഡന്റ് സുരേന്ദ്രൻ എന്നിവർ ക്രിസ്തുമസ് സന്ദേശം നൽകി. ഇടവക വികാരി ഫാദർ ഫെബിൻ കുത്തൂർ, കൺവീനർ ജോൺസൺ മാറോക്കി എന്നിവർ നേതൃത്വം നൽകി. വിളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവകയുടെ നേതൃത്വത്തിൽ ബോൺ നത്താലെ സംഘടിപ്പിച്ചു. താളമേളങ്ങളുടെയും നൃത്തത്തിന്റെയും അകമ്പടിയോടെ 100-ലധികം പാപ്പാമാർ അണിനിരന്നു. ആദൂർ റോഡിൽ നിന്ന് ആരംഭിച്ച നത്താലെ വിവിധ സെന്ററുകളിൽ നിന്ന് സ്വീകരണം ഏറ്റുവാങ്ങി പന്നിത്തടത്ത് സമാപിച്ചു. പോപ്പോൾ മേഴ്സി ഹോം ഡയറക്ടർ ഫാദർ അനീഷ് ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. പള്ളി വികാരി ഫാദർ ടൈഡസ് കുന്നപ്പള്ളി, കൺവീനർമാർ എന്നിവർ നേതൃത്വം നൽകി. ചാവക്കാടിന്റെ നെല്ലറിയായ മുട്ടിൽ പാടശേഖരത്ത് നെൽകൃഷി ഇറക്കുന്നതിന്റെ ഭാഗമായി ഞാറുനടിയിൽ നടന്നു. തിരുവത്ര നാട്ടുകൂട്ടം പരിസരത്ത് നടന്ന ഞാറുനടൽ KV അബ്ദുൽ ഖാദർ MLA നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ NK അക്ബർ അധ്യക്ഷനായി. പുന്നീർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് AD ധനീബ്, വൈസ് ചെയർപേഴ്സൺ മഞ്ജുഷ സുരേഷ്, കൌൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു.
ചേലക്കര അന്തിമഹാകാളൻകാവിലെ 18ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആറാട്ടോടുകൂടി സമാപിച്ചു. മഹാ അന്നദാനത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. മതിലകം കൂളിമുട്ടം ത്രിവേണി നാണൻ മെമ്മോറിയൽ ഗ്രന്ഥശാലയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 4 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം നിർവഹിക്കും. ഇന്നസെന്റ് എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും കെട്ടിട നിർമ്മാണത്തിനായി 15 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. ഗ്രന്ഥശാല പ്രസിഡന്റ് ES അമൽദേവ്, സംഘാടക സമിതി ജനറൽ കൺവീനർ KS ശ്രീജിത്ത്, പ്രിയ ഹരിലാൽ, സന്ധ്യ ഉണ്ണികൃഷ്ണൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന അക്കാദമി ലീഗ് മത്സരങ്ങൾക്ക് ഗുരുവായൂരിൽ തുടക്കമായി. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ KP വിനോദ് ഉദ്ഘാടനം ചെയ്തു. മുൻ കേരള ടീം കോച്ച് M പീതാംബരൻ മുഖ്യ അതിഥിയായിരുന്നു. ആദ്യ മത്സരത്തിൽ സ്കോർ ലൈൻ എറണാകുളം 1 ഗോളിന് GSAയെ തോൽപ്പിച്ചു. ഗുരുവായൂരിലെ വ്യാപാരികളുടെ കൂട്ടായ്മയായ ട്രേഡേഴ്സ് കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷം നടത്തി. പ്രസിഡന്റ് CD ജോൺസൺ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വനിതാ വിഭാഗം സെക്രട്ടറി ജാഗ്ലിൻ സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. PI ആന്റോ, സരസ്വതി പ്രകാശ്, നീന ജോൺസൺ, NK ലോറൻസ് എന്നിവർ സംസാരിച്ചു. പാവറട്ടി വടക്ക് ഭാഗം തിരുനാൾ കമ്മിറ്റി ആതുര സേവന ഫണ്ട് രൂപീകരണത്തിന്റെ ഭാഗമായി നടത്തുന്ന നാടക ടിക്കറ്റിന്റെ വിതരണവും ലോഗോ പ്രകാശനവും നടന്നു. 1 വർഷം നീണ്ടു നിൽക്കുന്ന വൈവിധ്യങ്ങളായ ആതുര സേവന പ്രവർത്തനങ്ങളാണ് വടക്കുഭാഗം തിരുനാൾ കമ്മിറ്റി നടപ്പിലാക്കുന്നത്. പാവറട്ടി ആശ്രമാധിപൻ ഫാദർ ജോസ് ചിറ്റിലപ്പള്ളി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. NJ ലിയോ, ആൽബർട്ട് തരകൻ, ബൈജു ലൂവിസ്, ജെറോം ബാബു എന്നിവർ സംസാരിച്ചു. ജീവകാരുണ്യ സംഘടനയായ സുവിധം ഫൗണ്ടേഷൻ ഗുരുവായൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് പുതുവത്സര സംഗമം നടത്തി. നഗരസഭാ കൌൺസിലർ പ്രിയ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സുവിധം യൂണിറ്റ് പ്രസിഡന്റ് PK സരസ്വതിയമ്മ അധ്യക്ഷയായിരുന്നു. കുന്നംകുളം ബദനി സ്കൂൾ മാനേജർ ഫാദർ സോളമൻ ക്രിസ്തുമസ് സന്ദേശം നൽകി. അമ്മമാർക്ക് ക്രിസ്മസ് സമ്മാനം, കേക്ക്, പ്രതിമാസ പെൻഷൻ എന്നിവ വിതരണം ചെയ്തു. ചാലക്കുടി കൂടപ്പുഴ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കാവടി മഹോത്സവം വർണ്ണാഭമായി. ശിവവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച കാവടി സംഘം ഉച്ചയോടെ ക്ഷേത്രാങ്കണത്തിലെത്തി. തുടർന്ന് കാവടി അഭിഷേകവും ആട്ടവും നടന്നു. തുടർന്ന് നടന്ന അന്നദാനത്തിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. മതിലകം ചങ്ങാതിക്കൂട്ടം കലാസാഹിത്യ സമിതി സംഘടിപ്പിച്ച 2ാമത് ചിലപ്പതികാരം കാവ്യോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. TB സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം BG വിഷ്ണു, ഷാജി K അബ്ദു, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. കവി വലിയകത്ത് അബ്ദുൽ ഖാദർ സ്മാരക പുരസ്കാരം ഹംസ കാക്കശ്ശേരിക്കും, EAS പുതിയകാവ് സ്മാരക നാടൻ കലാപുരസ്കാരം ശശി കൊടുങ്ങല്ലൂരിനും ആലങ്കോട് ലീലാകൃഷ്ണൻ സമ്മാനിച്ചു. ചൂരക്കോട്ടുകാവ് ആൽത്തറക്കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ മഹാതിരുവാതിരക്കളി മഹോത്സവം സംഘടിപ്പിച്ചു. ചുരക്കോട്ടുകാവ് ശ്രീ ദുർഗാ ക്ഷേത്ര മൈതാനിയിൽ നടന്ന മഹാതിരുവാതിരക്കളി മഹോത്സവം ക്ഷേത്രം മേൽശാന്തി എരവിമംഗലത്ത് പരമേശ്വരൻ നമ്പൂതിരി, അനിൽ അക്കര MLA, ജില്ലാ പഞ്ചായത്ത് അംഗം സുരേഷ് ബാബു, അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് TR ജയചന്ദ്രൻ തുടങ്ങിയവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മുരളി അടാട്ട് അഷ്ടപതി അവതരിപ്പിച്ചു. 15 ടീമുകളിലായി 200 സ്ത്രീകളും കുട്ടികളും തിരുവാതിരക്കളിയിൽ പങ്കെടുത്തു. എല്ലാ ടീമുകളുടെയും മെഗാ തിരുവാതിരക്കളിയും അരങ്ങേറി. വെങ്കടങ്ങ് പഞ്ചായത്തിൽ മുകുളം എന്ന പേരിൽ അവധിക്കാല ഫുട്ബോൾ പരിശീലന ക്യാമ്പ് തുടങ്ങി. പാടോ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ക്യാമ്പ് വെങ്കടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് രതി M ശങ്കർ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജ സദത്ത് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിലെ UP വിഭാഗത്തിൽപ്പെട്ട 6, 7 ക്ലാസ്സിലെ 100ഓളം കുട്ടികളാണ് പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. സജാസ് പാടോ, P അബൂബക്കർ എന്നീ അധ്യാപകരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടക്കുന്നത്. DYFI കടങ്ങോട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജന സംഗമം സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KB ജയൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് PN അനീഷ് അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറി VC സജീന്ദ്രൻ, ബ്ലോക്ക് പ്രസിഡന്റ് KR സുരേഷ്, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി UV ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. മങ്ങാട് ചേങ്ങോട് ലൂർദ് മാതാ കുരിശുപള്ളിയിൽ നിർമ്മിച്ച ഗ്രോട്ടോയുടെ വെഞ്ചിരിപ്പും കൃതജ്ഞതാ ബലിയും നടന്നു. വികാരി ജനറൽ മോൺസിഞ്ഞോ തോമസ് കാക്കശ്ശേരി വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു. വികാരി ഫാദർ ഷാജൻ ചീരമ്പൻ, കൈക്കാരന്മാർ എന്നിവർ നേതൃത്വം നൽകി. അളഗപ്പ നഗർ പഞ്ചായത്തിലെ വട്ടാണത്ര മേടംകുളങ്ങര ടൈൽ റോഡ് പ്രസിഡന്റ് K രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സനൽ മഞ്ഞളി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിന്റെ വാർഷിക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് ടൈൽ വിരിച്ചത്.
പുതുക്കാട് പാതുവ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 20ാം വാർഷികത്തോടനുബന്ധിച്ച് നിർധന കുടുംബങ്ങൾക്ക് അരി വിതരണം ചെയ്തു. മേഖലയിലെ 275 കുടുംബങ്ങൾക്ക് 5 കിലോ വീതം അരിയാണ് വിതരണം ചെയ്തത്. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം നിർവഹിച്ചു. ട്രസ്റ്റ് പ്രസിഡന്റ് ബാബു ഒല്ലൂക്കാരൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം സിജു പയ്യപ്പള്ളി, വർഗീസ് തെക്കേത്തല, ലീജി ജോബ് എന്നിവർ സംസാരിച്ചു. CPI അവണിശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിഞ്ചേരി ALP സ്കൂളിൽ കുടുംബ സദസ്സ് സംഘടിപ്പിച്ചു. യുവകലാസാഹിതി സംസ്ഥാന സെക്രട്ടറി EM സതീശൻ ഉദ്ഘാടനം ചെയ്തു. CPI അവണിശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KA പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് മണ്ഡലം സെക്രട്ടറി PV അശോകൻ, CPI ചേർപ്പ് മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. തലപ്പിള്ളി താലൂക്ക് NSS കരയോഗ യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പുനർനവം യൂണിയൻ പ്രസിഡന്റ് P ഋഷികേഷ് ഉദ്ഘാടനം ചെയ്തു. മുടത്തിക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് K രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ K സജീവ്, NK രഞ്ജിത്ത് എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC ക്യാമ്പ് യുവാർ പ്രദീപ് MLA സന്ദർശിച്ചു. ഏറ്റവും നല്ല ഔട്ട്ഡോർ ഇൻഡോർ കേഡറ്റുകൾക്ക് ട്രോഫി സമ്മാനിച്ചു. പ്രധാനാധ്യാപിക ബേബി, ചേലക്കര SI രാമു ബാലചന്ദ്ര ബോസ്, PTA പ്രസിഡന്റ് സുരേഷ് കുമാർ, NCC ഓഫീസർ NH ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചമകല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC ത്രിദിന ക്യാമ്പ് സമാപിച്ചു. ET ടൈസൺ MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വികസന സമിതി ചെയർമാൻ CB അബ്ദുൽ സമദ് അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം SI KJ ജിനേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രബീൻ, റിട്ടയർഡ് SI TC കലാധരൻ, അധ്യാപകർ എന്നിവർ സംസാരിച്ചു. അവസാനമായ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലയോര മേഖലയിൽ കാർഷിക വിളകൾക്കൊപ്പം മനുഷ്യജീവനം ഭീഷണിയായി വന്യമൃഗങ്ങൾ. വന്യജീവികൾ യാത്രക്കാരുടെ ജീവനെടുക്കുന്ന സാഹചര്യമുണ്ടായിട്ടും അധികൃതർ നിസ്സംഗത പാലിക്കുകയാണെന്ന് നാട്ടുകാർ. കാനകളിലേക്ക് മാലിന്യം ഒഴുക്കിയതിനെ തുടർന്ന് ആരോഗ്യ വിഭാഗം അടച്ചുപൂട്ടിയ ഗുരുവായൂർ നഗരസഭയുടെ പൊതു ശൌചാലയം തുറന്നു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഗസ്റ്റ് ഹൌസിലെ ശുചിമുറി മാലിന്യം എത്തുന്നത് പൊതുകാനയിലേക്ക്. 8 മുനയിൽ നിർമ്മിച്ച KLDC കനാലിലൂടെ പാടശേഖരങ്ങളിലേക്ക് വെള്ളമെത്താത്തത് പ്രതിസന്ധിയാകുന്നു. റെഗുലേറ്റർ നിർമ്മാണത്തിലെ അപാകത മൂലമെന്ന് കർഷകരുടെ ആക്ഷേപം. കോടാലിക്കടുത്ത് കടമ്പോട് കുട്ടിച്ചുറയിൽ വീടിനുള്ളിൽ പൊട്ടിത്തെറി. വീടിനുള്ളിൽ ആളില്ലാതിരുന്നതിനാൽ ദുരന്തമൊഴിവായി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.